തൊട്ട് ഞാൻ ഗ്രാമീൺ ബാങ്കിലാണ് ജോലി ചെയ്തത്, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ അവിടെ ഞങ്ങൾ അധികം ഗ്രാമപ്രദേശത്തായിരിക്കും, അത്ര വലിയ ഗ്രാമമൊന്നുമല്ല, ഇപ്പം എല്ലാം പട്ടണമായിട്ട്. അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി കൃഷിക്ക് ലോൺ കൊടുക്കുന്നു, അതേപോലെ അവർക്ക് ബിസിനസ് തുടങ്ങാൻ ലോൺ കൊടുക്കുന്നു. പിന്നെ അതേപോലെ അപ്പോൾ അവർ ബാങ്കിലൊക്കെ വന്നാൽ പല കഥകളും പറയും. കസ്റ്റമർ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് അവരെ കഥ കേട്ടോണ്ടാണ് ജോലി ചെയ്യുക, പാസ്സാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അവരുമായിട്ട് ഞാൻ നല്ല ആത്മബന്ധമാണ്, എപ്പോഴും കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം. അത് പല കഥകളിലും വന്നിട്ടുണ്ട്. ഒരു കണക്കിൽ നിന്നും കലയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം മനസ്സിൽ ഒരു കണക്കപ്പിള്ള എന്ന് പറയുമ്പോൾ ഒരു സാഹിത്യ അതാണ് എൻ്റെ ജീവിതത്തിലൊരു വൈരുദ്ധ്യം കേട്ടോ, ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചത് സയൻസാണ്, സുവോളജി. പിന്നെ ജീവിക്കുന്നത് എഴുത്തിൻ്റെ ലോകത്ത്, അക്ഷരങ്ങളുടെ ലോകത്ത്, എത്തിപ്പെട്ടത് അക്കങ്ങളുടെ ലോകത്ത്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഞാൻ അതുമായിട്ട് സമരസപ്പെട്ട് അതുമായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്ത്, ബാങ്കിൽ വെറും ബാങ്കറും വീട്ടിൽ സാധാരണ വീട്ടമ്മയും എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോൾ മാത്രമേ ഞാൻ എഴുത്തുകാരിയാവുന്നുള്ളൂ. ഞാൻ പാതിരകളെ പകലാക്കി എഴുതിയ ആളാണ്. എല്ലാവരും ചോദിക്കും ഇത് എപ്പോഴാണ് മാഡം എഴുതിയതെന്ന് ചോദിക്കും. ഓരോ പുസ്തകം കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കും കുട്ടി എത്ര പുസ്തകം എഴുതുമെന്ന് ചോദിക്കും. കാരണം അത് സമൂഹത്തിനോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണ്. കാരണം ഞാൻ എഴുതാൻ ജനിച്ചവളാണ് അല്ലേ, ഞാൻ എൻ്റെ ജോലി എഴുത്താണ്, ബാക്കിയൊക്കെ സൈഡ് ബിസിനസ്സാണ്. ഇപ്പോൾ കുട്ടികളെ നോക്കുന്നു, ഇപ്പം ഇന്നലെ ആർസു സാറ് പറയണ്ടായി, കുടുംബത്തിനെ നോക്കാതെയോ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാതെയോ ഒരക്ഷരം ഞാൻ എഴുതിയിട്ടില്ല. എല്ലാവരും ഭർത്താവിൻ്റെയും കുട്ടികളുടെയും എല്ലാം അവരെ പഠിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കിയിട്ടാണ് ഞാൻ എഴുതാനിരിക്കുക. പക്ഷേ ആൺകുട്ടികളുടെ മനസ്സിൽ അപ്പോഴും ഒരു ബോധം ഉണ്ടാവും. അപ്പം ഞാൻ പറയും മോനെ ഇതൊന്നും അവിടെ കൊണ്ടൊക്കെ ഗ്ലാസ്, നീ കുടിച്ച ഗ്ലാസ്സല്ല അടുക്കളയിൽ കൊണ്ടൊക്കുന്നുണ്ട്, അതൊക്കെ പെണ്ണുങ്ങളെ ജോലിയല്ലേ. എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ അത്ര ചെറിയ കുട്ടികളുടെ ഉള്ളിൽ വരെ സ്ത്രീകളെ ജോലിയാണ് ഇതൊക്കെ എന്നുള്ള ഒരു ധാരണ ചെറിയ കുട്ടിയമ്മ. പിന്നെ മോൻ ചോദിക്കുന്നതാണ് അല്ല തുടങ്ങിയോ അമ്മ എഴുതാൻ ചോദിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അന്നൊക്കെ ഹസ്ബൻഡ് രാത്രിയാണ് വരാം, പ്രൊവിഡൻറ്റ് ഫണ്ടിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കിടപ്പറേൻ്റെ മൂലയിൽ ഇരുന്നൊരു കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കിടപ്പറേൻ്റെ മൂലയിലുള്ളൊരു ചെയറുണ്ട്, അതിൽ ഇരുന്നിട്ടാണ് ഞാൻ എഴുതുക. അപ്പോൾ അതിൽ എഴുതുമ്പം ആദ്യമൊന്നും എഴുതിയത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. എഴുതുമ്പോൾ ബെല്ലടിച്ചാൽ ഞാൻ കട്ടിലിൻ്റെ അടിയിലേക്ക് തള്ളും, ആ ബോർഡ് റൈറ്റിംഗ് ബോർഡില്ലേ, എഴുതിയ കടലാസും കട്ടിലിൻ്റെ അടിയിലേക്ക് തള്ളും. അങ്ങനെയായിരുന്നു അന്ന്. അപ്പം എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഇദ്ദേഹം അതിശയപ്പെട്ടത് എപ്പോൾ എഴുതിയെന്നായിരുന്നു ചെന്നോട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം മാതൃഭൂമിയുടെ അവാർഡ് 1600 കഥകളിൽ നിന്ന് എനിക്ക് തിരഞ്ഞെടുത്താണ്. അന്ന് ചിതയൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതിന് മുൻപേക്ക് 1-2 പ്രാവശ്യം കിട്ടി. പക്ഷേ ഈ ചിതയൊരുക്കങ്ങൾ 1600 കഥകളിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര സംഭവമായിട്ട് മാതൃഭൂമിയുടെ ഇതിൽ MT തന്നത്. അപ്പോൾ അവിടെ അവരിങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ എന്നോട് വീട്ടിലേക്ക് പോകുമ്പോൾ ആൾ കാറെന്ന് ചോദിക്കാനല്ല, ഞാനൊരു സംശയം ചോദിക്കേണ്ടത് എപ്പോൾ എഴുതി. ഞാൻ പറഞ്ഞു അതൊക്കെ എഴുത്ത് തന്നെ ഒരാളെ രഹസ്യമാണ്, അതൊന്നും ആരും കാണൂല എന്ന് എഴുതുന്നു. സമയം ഇപ്പോൾ ഒരു എഴുത്തുകാരിക്ക് എന്തൊക്കെ ഈ നമ്മുടെ ജോലി തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും എഴുതേണ്ടവർ എഴുതും, സമയം കണ്ടെത്തും. അത് നമ്മളെ ആത്മാവിൻ്റെ ആവശ്യമാണ് എഴുത്ത്. അത് നമ്മൾ എങ്ങനെയായാലും എഴുതിയിരിക്കും. മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു ആശയത്തിൻ്റെ ഒരു വിത്ത് നമ്മളെ മനസ്സിൽ വീണ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മുളയ്ക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു കഥ, ഇപ്പോൾ സാർ എന്നോട് പറഞ്ഞു തരണം ഇങ്ങനെ ഒരു കഥ ഉണ്ട് പറഞ്ഞു തന്നാൽ അത് ഞാൻ എൻ്റെ മനസ്സിൽ അത് വീണ് കിടക്കണ്ടാവും. അപ്പോൾ ആ ഉണങ്ങിയ വിത്ത് പോലെ അതിന് പിന്നെ വെള്ളവും വളവും എന്താണെന്ന് പറയുക, വായനയാണ്. വായിക്കുമ്പോൾ പകുതി വായിച്ച് ഏതെങ്കിലും നല്ലൊരു പുസ്തകം പകുതി വായിച്ചാൽ ചിലപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ എഴുതാൻ പോകും. ഞാൻ എൻ്റെ എഴുതിയില്ല. അങ്ങനെ പല കഥകളും. പിന്നെ നമ്മൾ സർഗാത്മകത കൊടുമ്പിരി കൊള്ളപ്പോഴാണ് നമുക്ക് അസുഖം വരുമ്പോൾ. വൈറൽ ഫീവറൊക്കെ വന്നാലില്ല, എൻ്റെ കാര്യമാണേ പറയുന്നത്, വൈറൽ ഫീവറൊക്കെ വന്ന് ഷിവർ ചെയ്യുക, അങ്ങനെ ആ സമയത്ത് എനിക്ക് എഴുതേണ്ടത് എൻ്റെ ഹസ്ബൻഡ് ഒരു ചിക്കൻ പോക്സ് വന്ന സമയത്ത് ശരിക്കും ഭ്രാന്താട്ടോ ഇതിനെന്ന് പറയുന്നത് കൊണ്ട്, ശരിക്കും ഒക്കെ ഭ്രാന്താന്ന് പറയാം. അപ്പം എൻ്റെ പുറത്തൊക്കെ ഇത് വന്നിട്ട് ഞാൻ കുനിഞ്ഞിരുന്നിട്ട് എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സർഗാത്മകതേൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു തീ പിടിച്ച പോലെ മനസ്സിന്. പിന്നെ പലപ്പോഴും നമ്മൾ എഴുതുമ്പം ആത്മഹത്യ ചെയ്യാൻ തോന്നും. ആത്മഹത്യ ചെയ്യാനുള്ള ഇതുണ്ടാവും എഴുത്തുകാർക്ക്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നമ്മൾ വാതിൽ കുറ്റിയിടൂല, ആ ഒരു അവസ്ഥയാണ് എഴുതായിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അതല്ല എഴുത്തുകാരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അവരുടെ അസ്തിത്വത്തിന് ഒരു തീ പിടിച്ച പോലെയാണ് ഉണ്ടാവുക. ഇതാണ് ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട്,
ദിൽ അജ്മേര സാസേം ജഹാം സെ ജൽ ഗയ. എൻ്റെ അന്തരാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഹാം എന്ന് പറഞ്ഞ ലോകമാണെന്ന്. എൻ്റെ അന്തരാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് അദ്ദേഹം. ഇപ്പോഴും ആ ജ്വലനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് ആ ജ്വലനത്തിൻ്റെ ഇടയിലാണ് ഈ വേർക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുക ഏത് സമയം ആത്മസംഘർഷങ്ങൾ. ഇത് എഴുതി തീർന്നാലേ നമ്മൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞാനൊരു 3 ബുക്കിൻ്റെ പണിയിലാണ്. ഒരു ബുക്കിൻ്റെ പണി കഴിഞ്ഞു മാതൃഭൂമിക്ക് കൊടുത്തു. വേറെ 3 പുസ്തകം കൊണ്ട് എനിക്കിനിയിപ്പം ഇവിടെ പോകണം, ഫ്രാങ്ക്ഫർട്ട് പോകാനുള്ളതാണ്. ഒരു ഇംഗ്ലീഷിലൊരു ബുക്ക്, പിന്നെ വേറെ 2 മലയാളത്തിലുള്ള പുസ്തകങ്ങൾ. ഒന്ന് ഞാൻ MT എപ്പോഴും പറയും, എഴുതുന്നതിനെ പറ്റി ഒന്ന് ആരോടും കൊട്ടി ഘോഷിക്കരുത്, എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം എപ്പോഴും. MT അങ്ങനെയാണ് അത്ര ചെയ്യുക. ഞാനിത് എന്നത് എഴുതുന്നെന്ന് പറഞ്ഞ് നടക്കില്ല. MT കുറിച്ചുള്ള ജീവചരിത്രം എങ്ങനെയാണത് പൂർത്തീകരിച്ചത്? അദ്ദേഹമായിട്ട് ഇരിക്കാൻ പറ്റിയോ? MT എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്ക് MTയുമായിട്ടുള്ള ഒരു ആത്മബന്ധം. പല കുട്ടികളുമായിട്ട് MTക്ക് ബന്ധമുണ്ട്. കാരണം MT എല്ലാവർക്കും മറുപടി എഴുതുന്ന ഒരാളാണ്. അത് നിങ്ങൾ വിശ്വസിക്കില്ല. പുതുതലമുറയിൽ പുതുനാമ്പുകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം തനിക്ക് ശേഷം പിന്നാലെ തലമുറകൾ വരണം എഴുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ എഴുതുന്ന MT എനിക്ക് എന്താ ശീലം വെച്ചാൽ ആദ്യമേ ഇപ്പോൾ CH മുഹമ്മദ് കോയൻ്റെ പ്രസംഗത്തിന് അച്ഛൻ ദിവസം കൂട്ടിക്കൊണ്ട് ഇപ്പോൾ CH മുഹമ്മദ് സാഹിബിന് ഞാൻ കത്ത് എഴുതുക, സാറിൻ്റെ പ്രസംഗം ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാന്ന് ചോദിക്കുക. അപ്പോൾ അച്ഛൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് CHൻ്റെ അടുത്ത് കത്ത് വന്നിട്ടുണ്ട്. അതേപോലെ അതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അയ്യോ എനിക്ക് കത്ത് വന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ MTൻ്റെ എന്തൊന്ന് വായിച്ചാലും ഞാൻ കത്ത് എഴുതും. ചിലപ്പോൾ ഉറുദു ഗസലൊക്കെ കോട്ട് ചെയ്തിട്ട് എഴുതും. അപ്പോൾ MTക്ക് ഇഷ്ടമാണ്. MT അപ്പം തന്നെ മറുപടി തരും. വായിക്കാൻ അത്ര പ്രയാസം. പക്ഷെ ഒരാൾ എഴുതിയത് അഴീക്കോട് മാഷ് എനിക്ക് കത്തയച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം കേട്ടോ. ഞാനും അഴീക്കോട് മാഷായിട്ട് ഭയങ്കര വലിയ ആത്മബന്ധമായിരുന്നു. ഇതിന് ശേഷം സുധീരുടെ മുറിയിൽ അഴീക്കോട് മാഷിന്റെ വലിയൊരു പടം വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എണീക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തിനെ കാണും ഉണരുമ്പോൾ. കാരണം അഴീക്കോട് മാഷ് പിന്നെ ഒരിക്കലും എനിക്കൊരു എന്തോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായപ്പോൾ അഴീക്കോട് മാഷ് എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്തോ ചോദിച്ചാൽ പറഞ്ഞാൽ അഴീക്കോട് മാഷിൻ്റെ എന്തോ ഒരു കാര്യം ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. വലിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഈ സാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. സാറ് അപ്പോൾ എനിക്കൊരു കത്ത് വന്നോട്ടെ. എനിക്ക് ഒരു വിധത്തിലും വായിക്കാൻ പറ്റുന്നില്ലേ കത്ത്, കയ്യക്ഷരം. ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷനേക്കാളും കഷ്ടം. ഞാനൊരു 5-6 ദിവസം വിളിച്ചിട്ട് സുകുമാർ അഴീക്കോട് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കത്ത് എഴുതി എങ്ങനെയറിയോ? കത്ത് വന്നാൽ അതിൻ്റെ കവറില്ലേ അത് ചീന്തിയിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കും. കടലാസ് ലാഭിക്കുന്ന ആളാണ് അത്ര അദ്ദേഹം. അദ്ദേഹം പറയണ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കുറേ കടലാസ് ലാഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറേ കത്ത് വരുമല്ലോ യൂണിവേഴ്സിറ്റിയിൽ ഒഫീഷ്യലായി വരുന്ന കത്തുകളൊക്കെ കടലാസ്. അതൊക്കെ ഓരോ മാതൃകയാണ്. ഓരോ മനുഷ്യന്മാരുടെ സിംപ്ലിസിറ്റീൻ്റെ, ലാളിത്യത്തിൻ്റെ, അല്ലെങ്കിൽ അമിതവ്യയം ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ VC ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് അത്ര ചെയ്യുക. അപ്പോൾ എനിക്ക് അതേപോലെ ഒരു കീറി എടുത്തൊരു കടലാസിലൊരു കത്ത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരാം. അപ്പം ഞാൻ കുറേ വായിച്ചെടുത്തപ്പോൾ അദ്ദേഹം എഴുതിയതാണ്, സുധീര ഞാൻ പിന്നെ ചാനൽ കാണുമ്പോൾ ഞാനിങ്ങനെ, അദ്ദേഹം സ്പോർട്സ് ഇഷ്ടമാണ്, സ്പോർട്സിൽ ഞാൻ ഇങ്ങനെ ഫുട്ബോളിൻ്റെ അത് കാണാൻ വേണ്ടി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുഖം കണ്ടു. അപ്പം ഞാനത് കേട്ടു ഇൻ്റർവ്യൂ. അതിൽ താൻ എന്നെപ്പറ്റി പരാമർശിക്കും കൂടെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. സാധാരണ സ്ത്രീകൾ കളിച്ചും ചിരിച്ചും ഇൻ്റർവ്യൂവിൽ സമയം കളയുന്നവരാണ്, പക്ഷേ ഇതങ്ങനെയല്ല, ഗൗരവപ്പെട്ടൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. ഒരു സമ്മാനം കിട്ടാനില്ല. അതാണ്. അതിന് ശേഷം പിന്നെ അതുമല്ല, ഞാനും ഇദ്ദേഹമായിട്ട് വളരെ കാലമായിട്ടുള്ള ബന്ധം. അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങളെ വീട്ടിൽ എത്രയോ പ്രാവശ്യം വന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ KCൻ്റെ മകളാണ് ഒക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവല്, പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എന്നെ വിളിക്കും, ഞങ്ങൾ കാണും. അങ്ങനെ അദ്ദേഹത്തിന് അസുഖമായ സമയത്ത് ഞാൻ ആ ദിവസം 42 എത്രയോ ദിവസം അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ബാങ്കിൽ ജോലിയുള്ള ഞാൻ ആദ്യ ഒരാഴ്ച കൂടെ നിന്നു. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ജോലിക്ക് പോയിക്കോ പറഞ്ഞു. പക്ഷേ ഞാൻ ശനിയാഴ്ച പോകും. ശനിയാഴ്ച ഉച്ച വരെ ബാങ്കുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ട്രെയിന് കയറി അന്ന് അവിടെ താമസിച്ച് ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അതുവരെ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ മടിയിൽ വെച്ച് അത്ര നല്ല നോക്കി നെറ്റിയൊക്കെ ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ഭയങ്കര, കുട്ടികളെ നോക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. അങ്ങനെ അദ്ദേഹം പോയപ്പം ശരിക്കും ഒരു ഭയങ്കര സങ്കടമായിരുന്നു. നമ്മുടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തിന് ഒരു വലിയ പറയുമ്പോൾ തന്നെ എനിക്ക് ഇമോഷണലായി പോകുന്നത്. അതാണ്. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ നമ്മൾ മരിച്ചത് ഞാനാണോ എന്ന് തോന്നി. അത്രയും
പിന്നെ എം ടി ആയിട്ടുള്ള ബന്ധം തന്നെ അങ്ങനെയുള്ള എം ടി ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പരിചയമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹമാണല്ലോ എനിക്ക് അവാർഡ് ആദ്യം തരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ നീ മുൻനിരയിലേക്ക് വരണം, മുൻനിരയിലേക്ക് മറ്റു എഴുത്തുകാരെ കൂടെ വരണം. അത് ഒരു കൊല്ലം കൊണ്ട് തന്നെ ഞാൻ ഈ എഴുത്തുകാരെ കൂടെയൊക്കെ എല്ലാ സ്റ്റേജിലും കയറി ഇരിക്കാൻ തുടങ്ങി, വലിയ വലിയ എഴുത്തുകാരെ കൂടെ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതേപോലെ എല്ലാ മിക്ക പരിപാടിയിലും എം ടി ഉണ്ടാവും. അപ്പോൾ എം ടിക്ക് നമ്മളോടൊരു പ്രത്യേക വാത്സല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു, ഞാനൊരു ഇത് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം വായിച്ച് അദ്ദേഹത്തിന് എനിക്ക് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ബുക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പിന്നെ പൂർവ്വസ്ഥിതിയിലേക്കെങ്കിലും വരട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എപ്പോഴും അദ്ദേഹത്തിന് കത്തെഴുതായാലും കാണുകയാണെങ്കിലും ഞാൻ എപ്പോഴും കാല് തൊട്ടിട്ടാ, എപ്പോഴും കാല് തൊടും. കാണുമ്പോൾ അറിയാതെ ചെയ്തു പോകും ഞാൻ. നമ്മൾ അഹത്തിനെ നമ്മൾ മറക്കുക എപ്പോഴാണ്, ഒരാൾ കാല് സ്പർശിക്കുമ്പോഴാണ് നമ്മുടെ അഹത്തിനെ അവിടെ നമ്മൾ ഹോമിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അഹമില്ലാതെയാണ് ജീവിച്ചത്. അപ്പോൾ അത് എപ്പോഴും ഞാൻ പറയാം, ആരോഗ്യവും ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് പറയാം. ആയുസ്സും ആരോഗ്യവും അല്ല, ആരോഗ്യമുള്ള ആയുസ്സാണ് വേണ്ടത്. അപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആശ്രയിക്കാണ്ട് ജീവിക്കുന്നുണ്ട്. അതൊക്കെ പോരെ. 92-ാമത്തെ വയസ്സാണ്. ഇത്രയും ലോകത്തിന് വേണ്ടി എല്ലാം ചെയ്തു, സമൂഹത്തിന് വേണ്ടി അവനവനാവുന്നതിനേക്കാൾ അധികം ചെയ്തിട്ടുണ്ട്. 52 സിനിമകൾ, തിരക്കഥ, പിന്നെ എഴുത്ത് മാത്രമല്ലല്ലോ, ഏറ്റവും വലിയൊരു പ്രസ്ഥാനമുണ്ട് അവിടെ തിരൂര് തുഞ്ചമ്പറമ്പ്. അതെ. ഇനി ഈ കഥകൾ സിനിമയാക്കാമോ എന്ന് ചോദിച്ചാരെങ്കിലും വന്നിട്ടുണ്ടോ? കഥകൾ സിനിമയാക്കാമോ ചോദിച്ചിട്ടുണ്ട്, തിരക്കഥ എഴുതാമോ ചോദിച്ചിട്ടുണ്ട്, പിന്നെ പലതും ചോദിച്ചിട്ടുണ്ട്. മുൻപ് ഒരിക്കലും ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. അവർ ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ഒരാൾ അവിടെ പൂനെയിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ് വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല പറഞ്ഞു. ഞാൻ എനിക്കത് പറ്റിയ പണിയല്ല ഞാൻ പറഞ്ഞു. സുന്ദരിയല്ലേ? സൗന്ദര്യമല്ല, സൗന്ദര്യമില്ല, അഭിനയവും ഇല്ല. അഭിനയിക്കാൻ അറിയില്ല, ജീവിതത്തിലും ഇല്ല, ജീവിതത്തിലെ ഒട്ടും ആത്മാവിന്റെ സൗന്ദര്യമാണ് എപ്പോഴും സൗന്ദര്യം. കണക്കിൽ നിന്നും അല്ലെങ്കിൽ അക്കങ്ങളിൽ നിന്നും അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് വീണു. എന്നാൽ അക്കവും അക്ഷരങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു രചന ലോകം സ്വയമായി തിരഞ്ഞെടുത്തു. കഥ എഴുതുന്നതിന് സ്ഥലങ്ങൾ ആവശ്യമില്ല, സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. 86 വിവിധ മേഖലകളിലെ പ്രകടനങ്ങൾ, 90ലേക്ക് കടക്കുന്നു. വയസ്സല്ല. എനിക്ക് തോന്നുന്നത് സുധീര ഈ 5-ാം വയസ്സിലൊക്കെ എഴുതി തുടങ്ങി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു എവർഗ്രീൻ ഹീറോയാണ്. ഏതായാലും എല്ലാവരുടെ മനസ്സിലെയും എവർഗ്രീൻ ഹീറോയിനാണ്. ഈ ചുരുങ്ങിയ സമയത്ത് ഞങ്ങളോടൊപ്പം ചേരുകയും തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയുകയും ചെയ്തതിന് എത്രമാത്രം നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ പരിസര ശബ്ദ മലിനീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. പക്ഷേ സുധീരയെ കിട്ടാൻ സധൈര്യം ഞാനിവിടെ എത്തിയതാണ്, കോഴിക്കോട്ടെ വീട്ടിൽ. അതിനൊരു അനുവാദം തന്നു. അതുകൊണ്ടുള്ള ഈ ശബ്ദങ്ങളല്ല പ്രധാനം. നിങ്ങളത് കേൾക്കുക, സ്വാംശീകരിക്കുക, അഭിപ്രായം പറയുക. പലപ്പോഴും ഈ മനുഷ്യനൊരു സമസ്യയായിട്ടല്ലേ ഈ കഥകളിൽ കാണുന്നത്. ഈ സുധീര മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യൻ്റെ ഉള്ളിലെ എന്താ പറയുക, ത്വക്കിനും മാംസത്തിനും അസ്ഥിക്കും മജ്ജയ്ക്കും അടിയിലുള്ള മനുഷ്യനാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. പുറമേയുള്ള മനുഷ്യനല്ല. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ നഗ്നമായ ആത്മാവിനെയാണ് ഞാൻ ആവിഷ്കരിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ അവൻ കരയുന്നവനും അവൻ ചിരിക്കുന്നവനും കോപിക്കുന്നവനും ദുഃഖിക്കുന്നവനും എല്ലാമാണ്. അവന് ക്ഷോഭമുള്ളവനാണ്, അത് ഏകാഗിയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരെയും ആവിഷ്കരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ പ്രണയകഥകളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും എല്ലാം തികഞ്ഞൊരു പ്രണയിതാവിനെ ഈ ഭൂമിയിൽ ഇല്ല. ഒരു സ്ത്രീക്കും കണ്ടെത്താനാവില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും കാണാൻ പറ്റില്ല, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും കാണാൻ പറ്റില്ല. നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാൾ, നമ്മളെ അംഗീകരിക്കുന്ന ഒരാൾ, നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരാൾ, പിന്നെ നമ്മുടെ കഥകളെ സ്നേഹിക്കുകയും അതിന് നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള പ്രണയത്തിൻ്റേതായിട്ടുള്ള എല്ലാ
മാനങ്ങളും സഫലീകരിക്കുന്ന ഒരു മനുഷ്യന്. ഞാൻ ശരിക്കും എൻ്റെ കഥകളിൽ നോക്കി അങ്ങനത്തെ ആൾക്കാരെ കാണും കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ആ കഥകളിൽ എൻ്റെ പുരുഷന്മാരൊക്കെ അങ്ങനെയാണ്. എൻ്റെ പുരുഷന്മാർ സൗന്ദര്യമല്ല, അവരുടെ ആത്മാവിൻ്റെ കരുത്താണ് ഞാൻ ആവിഷ്കരിക്കുക. അപ്പോൾ അയാളുടെ സൗന്ദര്യം തികഞ്ഞ മുഖം, അല്ലെങ്കിൽ അയാളുടെ സൗഷ്ഠവം, എന്താ പറയുക, കായൽ പോലെ കറുത്ത കണ്ണുകൾ എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ശരി. ഏതായാലും വളരെ സന്തോഷം. ഈ നമുക്ക് ഈ ചില സമയത്ത് അനർഘ നിമിഷങ്ങൾ എന്നൊക്കെ പറയും, അതാണ് എനിക്കും ഈ നിമിഷങ്ങൾ അനർഘങ്ങളായിട്ടാണ് തോന്നുന്നത്. സാറിനെ പോലെ ഒരാളെ മുന്നിലിരിക്കാനും സംസാരിക്കാനും ഹൃദയം തുറക്കാനും ഒക്കെ സാധിച്ചതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. അല്ല, സുധീരയുടെയൊക്കെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുന്നത് ഇത്രയും സമയം തിരക്കുകളുടെ ഇടയിൽ, എഴുത്തിൻ്റെ ലോകത്താണ്, ഏത് സമയം മനസ്സിൽ കൂടി ആ സംഘർഷം നടക്കുന്നു. സുധീരയെക്കുറിച്ച് നമ്മുടെ അമർനാഥ് പള്ളത്തിൽ KP സുധീര ഹാർട്ട്സ് ഇംപ്രിൻറ്റ് എന്ന പുസ്തകം ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ് പുസ്തക പ്രകാശനം നടത്തി. അത് നമ്മുടെ ശാസ്ത്ര കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥിന് നൽകിക്കൊണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അതിൽ ആമുഖ പ്രഭാഷണം നടത്താനും എനിക്ക് പറ്റി. അതൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. എനിക്കൊരു പ്രത്യേക ഒരു സ്നേഹമോ ഒരു പ്രണയമോ, എനിക്ക് തോന്നുന്നു ആ ഈവനിനോട് തന്നെ ഒരു പ്രണയം വന്നാണ് ഞാൻ 2 ദിവസത്തെ ചുരുങ്ങി സമയത്തിനകത്ത് ഇവിടെ ഓടിയെത്താൻ കഴിഞ്ഞു. അതൊരു എനിക്ക് തോന്നുന്നൊരു ഗുരുത്വം കൊണ്ടായിരിക്കാം, എൻ്റെ അച്ഛനും അമ്മയുടെയും നോക്കുന്നത് കൊണ്ട്. ഞങ്ങൾക്കൊരു വലിയ ചാരിതാർത്ഥ്യമായി കോഴിക്കോടുള്ള ആളുകൾക്ക് അത്രയും പ്രിയങ്കരനായി മാറി. എല്ലാവരും ചോദിച്ചു. വളരെ സന്തോഷം. ഇനിയും കാണാൻ ആഗ്രഹം അവർക്ക്. തീർച്ചയായും. ഏതായാലും നമ്മൾ തമ്മിലുള്ള ആ അടുപ്പം, എഴുത്തിൻ്റെ ലോകത്തിലൂടെ യാത്ര ഇനിയും കൂടുതൽ സുദൃഢമാകട്ടെ. പരസ്പര വികാരവിചാരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടവരട്ടെ. അതിന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് USA ആൻഡ് ഹാപ്പിനെസ് മാജിക് ബൈ ഹരി.